എക്കോ റാംബ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നേരം പരവര വെളുത്തു വരുന്നതേയുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയോടടുക്കുന്നു. കുട്ടനാടിലൂടെ ഒരു ചെറു സഞ്ചാരം ബൈക്കിൽ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്കോ റാംബ്ലർ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കുട്ടനാടിന്റെ അതിമനോഹരമായ പുലർകാല കാഴ്ചകളാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് സിമന്റ് കവലയോട് ചേർന്നുള്ള നാട്ടകം ബ്രിഡ്ജിന്റെ മുകളിലാണ്. ഇവിടെ നിന്നുള്ള മനോഹര കാഴ്ചകളാണ് ഈ കാണുന്നത്. കൊയ്ത്തു കഴിയാറായ പാടങ്ങളും ഒപ്പം വേനൽ മഴയിൽ തകർന്ന റോഡും കാറ്റുവീശിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ മുന്നിൽ കാണുന്നത്. ഒരു മഴ വന്നപ്പോഴേ കുട്ടനാട് ഇങ്ങനെയാണെങ്കിൽ പെരുമഴ വന്നാൽ കുട്ടനാടിൻ്റെ അവസ്ഥ എന്തായി, അതും ഒരു വേനൽ മഴയിൽ. ചില പാടങ്ങൾ അടുത്ത കൃഷിയെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാഴ്ച. അതിരാവിലെ ഇര തേടാൻ ഇറങ്ങിയതാണ് താറാക്കൂട്ടം. അതിലെ നേതാവാണ് ഈ മുന്നിൽ പോകുന്നത്. ഞങ്ങളെ കണ്ടപാടെ ഇരപിടിക്കാൻ മറന്നുപോയ താറാക്കൂട്ടം അകന്നു പോവുകയാണ്. അതിമനോഹരമാണ് ഇത്തരം ഗ്രാമക്കാഴ്ചകൾ. നേരം പുലരുന്നതേയുള്ളൂ, അതുകൊണ്ടാവണം ഈ നിശബ്ദത. എന്ത് മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഇവിടെ എത്തിയാൽ കാഴ്ചകൾ മാത്രമല്ല ആസ്വദിക്കാനാവുക, ഇവിടെ എത്തിയാൽ ദേശാടനക്കിളികളുടെ സ്വറപറച്ചിലും ആസ്വദിച്ച് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ച് കുമരകം ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗമാണ് കൃഷിയും മത്സ്യബന്ധനവും. അവിടുന്ന് യാത്ര തിരിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കുമരകം ബോട്ട് ചെട്ടിയാണ് നേരെ മുന്നിൽ കണ്ടത്. എന്നാൽ പിന്നെ അവിടെ കയറി അവിടുത്തെ കാഴ്ചകൾ കാണാനായി പാലമിറങ്ങിയ ആ ആർച്ചിന്റെ ഉള്ളിൽ കൂടി ബോട്ട് ചെട്ടിക്കരിയിലേക്ക് എത്തി. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും പഴയ തലമുറയുടെ ഒരു വികാരമാണല്ലോ കട്ടൻ ചായയും പത്രം വായനയും. ഇതാ അവിടെ 2 അപ്പാപ്പന്മാർ പത്രം വായിക്കുന്ന കാഴ്ചയാണ്. ഒരു പ്രത്യേക വൈബാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്ന് കട്ടൻ ചായയും പത്രവും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഇതൊക്കെ. ആ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വാഹനങ്ങളൊന്നും കയറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ മടങ്ങാമെന്ന് കരുതി. ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് മത്സ്യബന്ധനം. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളാണ് ഇപ്പോൾ ഇവിടെ അധികവും. പ്രത്യേകിച്ചും ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇത്തരം വള്ളങ്ങളും ബോട്ടുകളുമാണ്. ഈ അപ്പാപ്പനെ കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ബോട്ട് റേസിംഗിൽ പങ്കെടുക്കുന്ന ആരോ ആണ്. പുള്ളി തന്നെ പോത്താ പോയത്. കേരളത്തിൽ ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു. സമയം പോയതറിഞ്ഞില്ല. മാനത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഇനിയും കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നാൽ ഞങ്ങളുടെ യാത്ര മുടങ്ങുമെന്നുള്ള ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഇനിയും ഇവിടെ തുടരുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ തിരികെ പോകാൻ ഒരുങ്ങി. പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മഴയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ. ചെറുതായിട്ട് പൊടിക്കുന്നില്ലേ മഴ? ഇവിടുന്ന് ഒരു 130 കിലോമീറ്റർ.